പാലക്കാട് കൽപ്പാത്തിയിൽ രണ്ടാം ദിവസവും ദേവരഥപ്രയാണം ആരംഭിച്ചു. മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് അഗ്രഹാര വീഥിയിൽ പ്രയാണം ആരംഭിച്ചത്. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിനവും രഥപ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് ഇന്ന് പ്രയാണം നടത്തുന്നത്. രാവിലെ വേദപാരായണവും മറ്റുമൊക്കെ ക്ഷേത്രത്തിൽ നടന്നിരുന്നു. അതിന് ശേഷമാണ് മന്തക്കര മഹാഗണപതിയുടെ രഥം പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും അല്പം മുന്നോട്ട് വലിച്ച് നിർത്തുകയാണ് മന്തക്കര മഹാഗണപതിയുടെ രഥം ചെയ്യാറ്. ഇന്നും വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. ധാരാളം ആളുകൾ വിവിധ നാടുകളിൽ നിന്നും മറ്റുമൊക്കെയായി കൽപ്പാത്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക്, അതായത് മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള തിരക്കാണ് കൽപ്പാത്തിയിൽ ഇത്തവണ കാണുന്നത്. ഇപ്പോഴും പൂജാകർമ്മങ്ങളും മറ്റുമൊക്കെ രഥത്തിൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി കാഴ്ചക്കുലകളും മറ്റുമൊക്കെ കെട്ടി തൂക്കി വളരെ മനോഹരമായ രീതിയിലാണ് രഥത്തെ അലങ്കരിച്ചിരിക്കുന്നത്. കൽപ്പാത്തി രഥോത്സവത്തിൽ മന്തക്കര മഹാഗണപതിയുടെ രഥത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഏറ്റവും കുറവ് ദൂരം പ്രയാണം നടത്തുന്ന രഥമാണ് ഈ മന്തക്കര മഹാഗണപതിയുടെ രഥം എന്നുള്ളതാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ ഈ രഥത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആളുകളൊക്കെ വളരെ തൊഴുകൈയോടുകൂടെ പ്രാർത്ഥനാപൂർവം രഥോത്സവത്തിന് ഈ രണ്ടാം ദിനത്തെയും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. എല്ലാവരും വലിയ ആശ്വാസത്തിൽ, വലിയ ആവേശത്തിലാണ്, വലിയ വിശ്വാസപൂർവ്വമാണ് കൽപ്പാത്തിയിൽ ഈ രണ്ടാം ദിനവും ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തിപൂർവ്വം ആളുകൾ എല്ലാം ഈ രണ്ടാം ദിവസവും എത്രത്തോളം ഒരു ഭക്തി നിർഭരമാണ് ഇവിടുത്തെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ രഥോത്സവത്തിന് വരുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റാഫാണ്. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. വളരെ ഞങ്ങൾ കൊല്ലം. ഞാനിത് രണ്ടാമത്തെ പേരാണ്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഡേ വന്നത്, ഇന്ന് സെക്കൻഡ് ഡേ വന്നത്. ഞങ്ങൾക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. ഇന്നിപ്പോൾ അമൃതയ്ക്ക് രാവിലെ എക്സ്പ്രസ്സിൽ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോവുക ചെയ്യുക. ഒരുപാട് നാടുകളിൽ നിന്നുള്ള ആളുകൾ. എങ്ങനെയുണ്ട് ഈ രണ്ടാം ദിവസം തേര്? അടിപൊളിയാണ്. ഇന്നലെ വന്നു, ഇന്നും കൂടി വരാൻ പറ്റി. സന്തോഷം. ലോക്കോടെ വീട്. എല്ലാ വർഷവും വരാറുള്ളത്? 20 വർഷമായിട്ട് വരാറുള്ളത്. കുറച്ച് തിരക്കധികം ഉണ്ടോ? തിരക്ക് കൂടുതലുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകൾ ഉള്ള കാരണം അതിൽ ഇഷ്ടംപോലെ റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വരുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ കൽപ്പാത്തി. ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. കുറച്ചധികം ആളുകൾ മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും അധികം ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. തിരക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിലൊന്നും ഇങ്ങനെ ഇത്ര തിരക്ക് കാണാറില്ല. അത്രയും തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ തിരക്കായിരുന്നു. രഥം വലിച്ചു. വളരെ സന്തോഷമായി. കാരണം എന്താ പറയുക, നമ്മുടെ ഒരു മനസ്സും നിറഞ്ഞു. കാരണം വെച്ചാൽ ഗണപതി രഥമാണ് നമ്മൾ വലിച്ചത്. അത് വളരെ സന്തോഷമായി. അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ടാണ്. തിരൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ രഥവുമായിട്ട് വളരെ ഒരു ബന്ധമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം, നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു മാഘമാഘോത്സവം തിരുനാവായ വെച്ച് നടത്തുന്നുണ്ട്. അത് നമ്മൾ കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭഗവാന്റെ ആശീർവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇത് പുറപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിനിധിയും കൂടെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. നന്നായിട്ടുണ്ട്. നമ്മളിതിൽ പങ്കെടുക്കാൻ പറ്റി. വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതെ അതെ. എങ്ങനെയുണ്ട് ഈ രണ്ടാമത്തെ ദിവസം മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? തിരക്ക് കൂടുതലാണ്. ഇത്തവണ. വലിയ ആവേശമാണോ ഈ രഥോത്സവം? അതെ അതെ. ഏതായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഭക്തി നിർഭരമായി, പ്രാർത്ഥന നിർഭരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൽപ്പാത്തിയിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കൽപ്പാത്തിയിലെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത. ഇന്നേതായാലും ഈ രണ്ടാം ദിനവും കൽപ്പാത്തി രഥോത്സവം പുരോഗമിക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ മന്തക്കര മഹാഗണപതിയുടെ രഥം ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മുൻവശത്തേക്ക് പ്രയാണം നടത്തി അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി വൈകിട്ടോടുകൂടെയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും അതുപോലെ തന്നെ വള്ളി ദൈവാനി സമേത സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒപ്പം ഗണപതിയുടെയും ഉൾപ്പെടെ രഥങ്ങൾ പ്രയാണം നടത്തുക.
പ്രസന്ന മഹാഗണപതി, ചാത്തപ്പുരത്തെ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം വരെയാണ് ആ 3 രഥങ്ങളും പ്രയാണം നടത്തുക. അതിനുശേഷം നാളെയാണ് വീണ്ടും രഥപ്രയാണം ആരംഭിക്കുക. നാളെ രാവിലെ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും അതിനൊപ്പം തന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും ഉൾപ്പെടെയുള്ള രഥങ്ങൾ തേരുമുട്ടിയിലേക്ക് എത്തും. ആ സമയത്ത് ഈ മന്ദക്കര മഹാഗണപതിയുടെ രഥവും തേരുമുട്ടിയിലേക്ക് എത്തും. അങ്ങനെ ഈ 6 രഥവും ഒരുമിച്ച് തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ആ ഒരു നിമിഷം അത് ദേവരഥ സംഗമം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 5 മണി മുതൽ വൈകിട്ട് നാളെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ആ ദേവരഥ സംഗമം നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഒരു ദേവരഥ സംഗമം എന്നുള്ള ചടങ്ങ്. ആ സമയത്ത് വിണ്ണിൽ ദേവതകൾ പോലും അനുഗ്രഹം ചൊരിയും ആ നിമിഷത്തിന് എന്നുള്ളതാണ്. എല്ലാ ദേവതകളെയും ഒരുമിച്ച് കാണാൻ കഴിയും എന്നുള്ളതാണ് ആ ദേവരഥ സംഗമത്തിൻ്റെ പ്രത്യേകത. ഏതായാലും വളരെ ഭക്തി നിർഭരമാണ് കൽപ്പാത്തിയിൽ രഥോത്സവത്തിൻ്റെ 2ാം ദിനവും.